കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നു ഡൽഹിയിലെ സമരത്തിനെ പറ്റി നീ എന്തൊരു വീഡിയോ ആക്കാതെ, നീ എന്തൊരു വീഡിയോയിലൊന്നും പറയാത്ത, നീ എന്തെങ്ങനെയാ. ഞാൻ തരും ആ ചൊറക്കോ എനിക്ക് ഞാൻ വരാത്തെന്ന് പറയും. ഞാൻ പറയാം നിനക്ക് എത്ര നോളജ് പരമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടപെടുന്ന കുറെ ഇൻഫ്ലുവൻസ്മാരില്ലേ, കുറെ ആൾക്കാർ അങ്ങനെ ഇങ്ങനെ എന്തെല്ലോ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു കൊടഞ്ഞു. ഓക്കെ, ഇന്നില്ലേ ആ വീഡിയോ ഇട്ടവരെല്ലാം പിൻവലിച്ചു. അറിയോ, മാപ്പ് ചോദിച്ചിട്ടുള്ള കുറെ ആൾക്കാർ, പെണ്ണുങ്ങള് ആണുങ്ങളെല്ലാം അതങ്ങനല്ല ഇങ്ങനല്ല. എന്തറിയോ, ഒറ്റൊരു കാരണം ഇതെന്തറിയോ സംഭവം, മനുഷ്യന്മാരും സംഘികളുള്ള പ്രശ്നമായിട്ട് മാറി. അങ്ങനെയാണ് പ്രശ്നമുള്ളത്. അല്ലാതെ ഇതിന് ചില ആൾക്കാർ സംഘികൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അങ്ങനെ കൊണ്ടുവരുന്നു. പക്ഷെ മനുഷ്യന്മാരും സംഘികളുമാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇന്ത്യന്റെ. ഓക്കെ, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള സംഭവം. ഈ സംഭവത്തിൽ എല്ലാ ആൾക്കാരെയും ഒന്നിച്ച് നിൽക്കണം. പിന്നെ രാഷ്ട്രീയമോ സംഘടനമോ അല്ലെങ്കിൽ മതമോ ജാതി അത് ഒന്നും നോക്കാൻ പാടില്ല. എഡ്യൂക്കേഷനാണ് നമുക്ക് വേണ്ടത്. വരും തലമുറക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം 100%. ജൻസി പിള്ളേർക്ക് നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യണം. അത് നമുക്ക് എത്ര ശക്തിയുണ്ട്, എത്ര ഇതുണ്ട്, എങ്ങനെയുണ്ട് സോഷ്യൽ മീഡിയ എന്നെല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പറഞ്ഞ വാക്ക് അത് പിൻവലിക്കാൻ പാടില്ല. എത്രയോ മലയാളി ഇൻഫ്ലുവൻസർമാരില്ലേ പിൻവലിച്ചു. വലിയ വലിയ ആൾക്കാർ, കുറെ ഇൻഫ്ലുവൻസർമാർ അല്ലാതെ നടന്മാരെന്നല്ല പറഞ്ഞാൽ, നടന്മാരിൽ ചില ആൾക്കാർ പറഞ്ഞ ന്യൂസിൽ കണ്ടല്ലേ, ഞാൻ ഇങ്ങനെ വിവരിക്കേണ്ട ആവശ്യമില്ല. സംഘികളോട് പ്രത്യേകിച്ചിട്ട് പറയുന്നു, സംഘികളെ ഇതിലില്ലേ നിങ്ങൾ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇടപെടേണ്ട. പിന്നെ മുസ്ലിം നാമധാരികൾ ഞാൻ പറയുന്നില്ല, ഒരാൾക്കാർ വന്നിട്ട് ഹദീസും ആയത്തും ഓതിയിട്ട് ആടെ പോയിട്ട് അങ്ങനെ ഇങ്ങനെ, ഇതൊന്നും ഒരു മുസൽമാനൊന്നും എല്ലാവരും പക്കാ മുസൽമാന്. ഞമ്മക്കറിയാം, മുസൽമാൻക്കറിയാം ആരാണ് മുസൽമാൻ. ഹിന്ദു നല്ല സത്യസന്ധമായ ഹിന്ദുക്കൾ എന്നും ഹിന്ദുക്കൾക്കും അറിയാം. ആ ഹിന്ദുക്കൾക്കും ആ മുസൽമാന്മാർക്കും അറിയാം ആരാണ് ഇന്ത്യക്കാരെന്ന്. സംഘികൾ ഒരിക്കലില്ല ദേശദ്രോഹം ദേശ സ്നേഹമില്ലേ പഠിപ്പിക്കേണ്ട. നിങ്ങൾ ദേശദ്രോഹികളാണ്. നിങ്ങൾ ഞങ്ങൾക്ക് ദേശ സ്നേഹം പഠിപ്പിക്കണ്ട. ഓക്കെ, പിന്നെ കുറെ വീഡിയോസ് കട്ടിങ്, ആ വീഡിയോസ് ഈ വീഡിയോസ് എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഇത് വിഷയം എന്ത്? എഡ്യൂക്കേഷൻ ഉള്ള വിഷയം. ഈ എഡ്യൂക്കേഷൻ വരാൻ പാടില്ലേ? എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ സംഘികളെ? നിങ്ങൾക്ക് ചാണകം മാത്രം നിന്നിട്ട് വളർന്നിട്ടുള്ള ഇതുള്ളതാ? ആദ്യമായിട്ട് നിങ്ങളില്ലേ സംഘികൾ ഇതിലിടപെടേണ്ട. ഓക്കെ, നിങ്ങൾ വാ, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ട് BJP ആയിട്ട് നിങ്ങൾ വാ, അത് വന്നിട്ട് പറയാം. നിങ്ങൾ ഹിന്ദുസിനെ മാത്രം വിലക്കെടുക്കാനും നിങ്ങൾ സംഘികളായിട്ടില്ല. ഓക്കെ, സംഘികൾ തന്നെ, മനുഷ്യന്മാരും സംഘികളാണ് ഇപ്പോഴുള്ള പ്രശ്നം. ഓക്കെ, പ്രത്യേകിച്ചിട്ട് എല്ലാ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നിങ്ങളെ പോക്ക് എങ്ങോട്ടാണ്, പിന്നെ ജനങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ്, സംഘികളെയും ജനങ്ങളും, അതാണ് വിഷയം. ഓക്കെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, പിന്നെയും പറയുന്നു, പറയേണ്ട വാക്ക് പറഞ്ഞു. ഇനി ഇത് പിൻവലിക്കാതെ വീഡിയോ നിങ്ങൾ എത്ര തെറി വിളിച്ചാലും എന്ത് ചെയ്താലും പറയേണ്ട വാക്കുകളും പറയേണ്ട സ്ഥലത്തും പറയേണ്ടതുപോലെ ഞാൻ പറയും. മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി കാണും. സ്നേഹം മാത്രം, സ്നേഹം പറക്കട്ടെ.